ഏവർക്കും നമസ്കാരം. 2024 എന്ന ഈ വർഷം അവസാനിക്കുന്നത് വളരെ പ്രാധാന്യമേറിയ ഒരു രാശിമാറ്റത്തോടെയും രണ്ട് പ്രബലരായ ഗ്രഹങ്ങളുടെ സംഗമത്തോടെയുമാണ്. നവഗ്രഹങ്ങളിൽ ലൗകികമായ സുഖഭോഗങ്ങളും ധനധാന്യ സമൃദ്ധികളും നൽകുന്ന ശുക്രൻ ഡിസംബർ 28 തന്റെ രാശി മാറുകയാണ്. ശനിയുടെ സ്വക്ഷേത്രവും മൂലത്രികോണ രാശിയുമായ കുംഭരാശിയിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത്. തുടർന്ന് 2025 ജനുവരി 27 വരെയും ശുക്രൻ കുംഭരാശിയിൽ സഞ്ചരിക്കും. ശുക്രന്റെ ഈ രാശിമാറ്റമാണ് ഈ വർഷത്തെ അവസാനത്തെ രാശിമാറ്റം. എന്നാൽ അന്നേ ദിനം ജ്യോതിഷപരമായി മറ്റൊരു സവിശേഷമായ യോഗവും നടക്കുന്നു. നിലവിൽ ശനി തന്റെ സ്വക്ഷേത്രവും മൂലത്രികോണരാശിയുമായ കുംഭത്തിൽ സഞ്ചരിക്കുന്നു. നിലവിൽ ശനിയല്ലാതെ മറ്റൊരു ഗ്രഹവും കുംഭരാശിയിൽ സഞ്ചരിക്കുന്നില്ല. എന്നാൽ ഡിസംബർ 28 ശുക്രൻ കുംഭരാശിയിൽ പ്രവേശിക്കുന്നതോടുകൂടി അവിടെ ശനി ശുക്രയോഗം സംഭവിക്കുന്നു. ചില ഗ്രഹയോഗങ്ങൾ മംഗളവും ശുഭകരവുമായ ഫലങ്ങളെ നൽകുന്നുവെങ്കിൽ ചില ഗ്രഹയോഗങ്ങൾ ദോഷകരവും പ്രതികൂലവുമായ ഫലങ്ങളെ നൽകുന്നു. ഗ്രഹങ്ങൾ തമ്മിലുള്ള ബന്ധുതയും ശത്രുതയുമാണ് ശുഭവും അശുഭവുമായ ഫലങ്ങളെ നിർണ്ണയിക്കുന്നത്. ഇവിടെ നവഗ്രഹങ്ങളിൽ നീതിന്യായാധിപനായ ശനീശ്വരനും അസുരഗുരുവായ ശുക്രാചാര്യനും പരസ്പരം ബന്ധുക്കൾ ആകുന്നു. അതായത് ഈ യോഗത്താൽ ഇരുഗ്രഹങ്ങളും സന്തുഷ്ടരും പ്രീതരും ആകുന്നു. തൽഫലമായി ഇരുഗ്രഹങ്ങളും ശുഭകരമായ ഫലങ്ങളെ നൽകുകയും ചെയ്യുന്നു. ഈ യോഗം ചില കൂറുകാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും അനുകൂലമായ ഫലങ്ങളെയും പ്രദാനം ചെയ്യുന്നു. പ്രധാനമായും 4 കൂറുകാർക്കും അതിലെ 12 നക്ഷത്രജാതർക്കുമാണ് ഈ ശനി ശുക്രയോഗത്താൽ ഏറ്റവും നേട്ടങ്ങൾ ഈ വർഷാന്ത്യത്തിൽ വന്നു ഭവിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ശനീശ്വരന്റെ അധിഷ്ഠാന ദേവതയായ ശാസ്താവ്, ശുക്രന്റെ അധിഷ്ഠാന ദേവതകളായ മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി ദേവി എന്നീ 3 ദേവതകളുടെയും കടാക്ഷം തന്നെയാണ് ഈ 12 നക്ഷത്രക്കാർക്കും ഒരു ഉപഹാരമെന്നോണം ഒരു മാസക്കാലം ഗുണാനുഭവങ്ങളെ നൽകുന്നത്. അപ്പോൾ ശനി ശുക്രയോഗത്താൽ ഏറ്റവും നേട്ടങ്ങൾ വന്നു ഭവിക്കുന്ന ആദ്യ രാശിജാതർ ആരാണ് എന്ന് നമുക്ക് കാണാം. ആ കൂറുകാർ മേടക്കൂറുകാരാണ്. അശ്വതി, ഭരണി, കാർത്തിക, കാൽ എന്നീ 3 നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 11ാം ഭാവത്തിലാണ് ഈ ശനി ശുക്ര സംഗമം നടക്കുക. 11ാം ഭാവത്തിൽ ഏത് ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോഴും ഏറ്റവും ശുഭകരമായ ഫലങ്ങളെ പൂർണ്ണമായ അളവിൽ നൽകും. ധനം ആർജിക്കുന്ന ഭാവവും സർവാഭീഷ്ടങ്ങൾ സിദ്ധിക്കുന്ന ഭാവവും സർവാ കാര്യങ്ങളും വിജയത്തിൽ എത്തിച്ചേരുന്ന ഭാവവും ഈ 11ാം ഭാവം തന്നെയാണ്. തൽഫലമായി ശനി 11ൽ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും രാജകീയമായ യോഗങ്ങളെ നൽകും. പ്രധാനമായും സാമ്പത്തികമായ അഭിവൃദ്ധി, ധനാഗമം എന്നിവയാണ് ശനി ഈ 11ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നൽകുക. കൂടാതെ പ്രതാപം, സമൂഹത്തിൽ ജനസമ്മിതി, അധികാരം, കാര്യവിജയം, അഭീഷ്ടസിദ്ധി എന്നിവയും ശനി 11ൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരും. എന്നാൽ സുഖഭോഗങ്ങളുടെ കാരകനായ ശുക്രൻ 11ൽ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ സുഖം, മനസ്സുഖം, ശയനസുഖം, ഭക്ഷണസുഖം എന്നിവയെയും നൽകും. കൂടാതെ ശനി എന്നത് ഈ കൂറുകാരുടെ 10ാം ഭാവാധിപനും 11ാം ഭാവാധിപനും ആകുന്നു. 10ാം ഭാവം എന്നത് കർമ്മരംഗം, ഔദ്യോഗിക മേഖല, മേലധികാരികൾ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു. ശുക്രനാകട്ടെ മേടക്കൂറുകാരുടെ 2ാം ഭാവാധിപനും 7ാം ഭാവാധിപനും ആകുന്നു. 2ാം ഭാവം എന്നത് ധനത്തെയും വാക്കിനെയും കുറിക്കുന്നു. എന്നാൽ കളത്രഭാവം എന്നറിയപ്പെടുന്ന 7ാം ഭാവം പ്രണയബന്ധങ്ങൾ, വിവാഹം, ദാമ്പത്യ കുടുംബ ബന്ധങ്ങൾ, പങ്കാളിത്ത ബിസിനസ് എന്നിവയെയും കുറിക്കുന്നു. അപ്പോൾ ഫലത്തിൽ കർമാധിപനും ധനാധിപനും കളത്രാധിപനും ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അത് ഔദ്യോഗിക മേഖല, സാമ്പത്തിക മേഖല, കുടുംബം, ദാമ്പത്യം എന്നീ മേഖലകളിൽ എല്ലാം പുരോഗതി, ഉന്നതി, സൗഖ്യം, ഐക്യം, സ്നേഹം, ക്ഷേമം എന്നിവയെ എല്ലാം നൽകുന്നു. ദാമ്പത്യത്തിലും ഔദ്യോഗിക മേഖലയിലും നിലനിന്നിരുന്ന സ്വാരസ്യങ്ങൾ എല്ലാം ഒഴിഞ്ഞുപോയി മനസ്സമാധാനം കൈവരുന്നു. ബിസിനസ്സിലും വിജയം, പുരോഗതി, ലാഭം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കും എന്നതിൽ യാതൊരു തർക്കവും വേണ്ട. ശനി ശുക്ര സംയോഗത്തിന്റെ ഫലമായി ഏറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന 2ാമത്തെ രാശിക്കാർ ധനുക്കൂറുകാർ ആകുന്നു. മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ 3 നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ധനുക്കൂറുകാരുടെ 3ാം ഭാവത്തിലാണ് ശനി ശുക്ര സംഗമം നടക്കുക. 3ാം ഭാവം എന്നത് ശനിയുടെയും ശുക്രന്റെയും ഇഷ്ടഭാവങ്ങൾ ആകുന്നു.
മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം, ശൗര്യഭാവം, പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. 3-ൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് രോഗമുക്തി, ശാരീരിക പുഷ്ടി, മനസ്സുഖം, ഊർജ്ജസ്വലത, ധനാഗമം, കാര്യസിദ്ധി, ധനപുഷ്ടി എന്നിവയെ നൽകും. കൂടാതെ 3-ൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ വീര്യം ഉണരുന്നു. അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധികളെയും ഈ കൂറുകാർ സ്വന്തം ആത്മബലത്താൽ നേരിട്ട് ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നു. എന്നാൽ ശുക്രൻ 3-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് സഹോദരഗുണം, ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം, സമൂഹത്തിൽ നല്ല പേര്, ശത്രുവിജയം എന്നിവയെ എല്ലാം ശുക്രൻ ഈ കൂറുകാർക്ക് നൽകുന്നു. കൂടാതെ ആത്മവിശ്വാസം, ശൗര്യം എന്നിവയും ഈ സമയത്ത് ഏറെ വർദ്ധിക്കും. തൽഫലമായി ഒരിക്കലും വിജയത്തിൽ എത്തില്ല എന്ന് മുദ്രകുത്തിയ പ്രവർത്തികൾ പോലും ഈ കൂറുകാർ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിക്കും. ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ, ക്ഷേമം എന്നിവ ഇവർ ഇക്കാലത്ത് പുലർത്തും. നേതൃഗുണം, പാടവം എന്നിവ ഇവർക്ക് ഏറെ വർദ്ധിക്കുകയും ചെയ്യും. ശനി എന്നത് ധനുക്കൂറുകാരുടെ 2ഉം 3ഉം ഭാവാധിപൻ ആകുന്നു. ധനസ്ഥാനത്തിന്റെ അധിപനായ ശനി ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിന്റെ ഫലമായി സാമ്പത്തികമായ അഭിവൃദ്ധിയെ നൽകും. 3-ാം ഭാവാധിപൻ ആകയാൽ ക്രിയാശക്തിയെയും ഊർജ്ജസ്വലതയെയും ശനി ഈ കൂറുകാർക്ക് നൽകുന്നു. ശുക്രൻ ഈ കൂറുകാരുടെ 6-ാം ഭാവാധിപനും 11-ാം ഭാവാധിപനുമാകുന്നു. 6-ാം ഭാവം എന്നത് രോഗം, കടങ്ങൾ, ശത്രുക്കൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു. 6-ാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് വ്യവഹാര വിജയം, ശത്രുജയം എന്നിവ ഉണ്ടാകുന്നു. കൂടാതെ ശുക്രൻ സർവാഭീഷ്ടസ്ഥാനത്തിന്റെ അധിപനും ആകയാൽ ഇവർക്ക് സാമ്പത്തികമായ പ്രതിസന്ധികളോ പരാധീനതകളോ ധനനഷ്ടമോ ഈ സമയത്ത് വന്നു ഭവിക്കയില്ല. മാത്രമല്ല ധനാഗമം ഉണ്ടാകുകയും ചെയ്യും. 3-ാമതായി ശനി ശുക്രയോഗത്താൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന രാശിക്കാർ തുലാക്കൂറുകാരാണ്. ചിത്തിര 2-ാം പകുതി, ചോതി, വിശാഖം 3/4 എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിലാണ് ശനി ശുക്രയോഗം നടക്കുക. 5-ാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത്. വിദ്യ, പഠനം, ബുദ്ധിശക്തി, ഓർമ്മശക്തി, വികാര വിചാരങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്നതും ഈ 5-ാം ഭാവം കൊണ്ട് തന്നെയാകുന്നു. 5-ാം ഭാവം ഉപാസനാമൂർത്തിയുടെയും ആത്മീയ ചിന്തകളുടെയും ഭാവം കൂടിയാകുന്നു. അതുകൊണ്ട് തന്നെ ശനി 5-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കുടുംബദൈവത്തിന്റെ അല്ലെങ്കിൽ ഉപാസനാമൂർത്തികളുടെ ചൈതന്യം ഉണരുന്നു. അതിനാൽ ഈ കൂറുകാർ തങ്ങളുടെ പരദേവത, കുടുംബദേവത എന്നിവർക്കായി വഴിപാടുകൾ കഴിക്കുക. കുടുംബമായി കുടുംബക്ഷേത്രങ്ങളിലോ തങ്ങൾ ആരാധിക്കുന്ന ആരാധനാമൂർത്തിയുടെ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുകയും ചെയ്യണം. തൽഫലമായി കുടുംബത്തിൽ ക്ഷേമം, ഐശ്വര്യം, ധനം എന്നിവ വർദ്ധിക്കുന്നു. സന്താനങ്ങൾക്കും ഏറിയ അഭിവൃദ്ധി, വിദ്യാപുരോഗതി എന്നിവയെ ഉണ്ടാക്കുന്നു. എന്നാൽ പരദേവതയെ അവഗണിച്ച് മറന്ന് ധർമ്മഭ്രംശം വരാനിടയായാൽ അത് സന്താനദുരിതം, അല്പമായ വരുമാനം, കാര്യതടസ്സങ്ങൾ, പരാജയം, അലച്ചിലുകൾ എന്നിവയെ നൽകുകയും ചെയ്യും. അതിനാൽ ഈ കൂറുകാർ ഈശ്വരനെ ഈ സമയത്ത് മുറുകെ പിടിക്കുക. ശനി 5-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ കുടുംബ പരദേവതാശക്തികൾ ഉണരുന്നുവെങ്കിൽ ശുക്രൻ 5-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി, ബിസിനസ്സിൽ വളർച്ച, ലാഭം എന്നിവയെ ഉണ്ടാക്കുന്നു. 5-ാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം, സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി, ആരോഗ്യം, തൊഴിൽ, കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം, നേട്ടം, അംഗീകാരം എന്നിവയെ എല്ലാം ഉണ്ടാക്കും. 5-ാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി നല്ല സമാധാനം, സുഖം, ക്ഷേമം എന്നിവ അനുഭവപ്പെടും. ശനി എന്നത് തുലാക്കൂറുകാരുടെ 4, 5 എന്നീ ഭാവങ്ങളുടെ അധിപനും ശുക്രൻ തുലാക്കൂറുകാരുടെ രാശ്യാധിപനും 8-ാം ഭാവാധിപനുമാകുന്നു. 4-ാം ഭാവാധിപനും 5-ാം ഭാവാധിപനും അനുകൂലനായി സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ക്ഷേമം, സന്തോഷം, ഐക്യം, വാഹനയോഗം, സന്താനക്ഷേമം, വിദ്യാപുരോഗതി എന്നിവയെ എല്ലാം നൽകും. അതേസമയം രാശ്യാധിപത്യവും അഷ്ടമാധിപത്യവും വഹിക്കുന്ന ശുക്രൻ ഈ കൂറുകാർക്ക് ശരീരപുഷ്ടി, മനസ്സുഖം, രോഗമുക്തി, രോഗപ്രതിരോധശേഷി, ഊർജ്ജസ്വലത, ഉണർവ്, ഓജസ് എന്നിവയെ എല്ലാം നൽകുന്നു. 4-ാമതായി ശനി ശുക്രയോഗം ഭാഗ്യാനുഭവങ്ങളെ നൽകുക മിഥുനക്കൂറുകാർക്കാണ്. മകയിരം 2-ാം പകുതി, തിരുവാതിര, പുണർദം 3/4 എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 9-ാം ഭാവത്തിലാണ് ശനി ശുക്രയോഗം സംഭവിക്കുക. 9-ാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം, പിതൃപുണ്യം എന്നിവയും ഈ 9-ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു. ശനി 9-ാം ഭാവത്തിൽ പരിപൂർണമായും ഗുണങ്ങളെ നൽകാറില്ല. ശനി 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉപാസനാമൂർത്തികളുടെയും കുടുംബദേവതകളുടെയും ചൈതന്യം ഉണരുന്നതുപോലെ 9-ൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ പിതൃപുണ്യം,
പിതൃക്കളുടെ ചൈതന്യം എന്നിവ ഉണരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂറിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ പിതൃസ്മരണ, ഈശ്വരചിന്ത എന്നിവ നിർബന്ധമായും പുലർത്തണം. അങ്ങനെ ഈശ്വരചിന്തയും പിതൃസ്മരണയും ഉണ്ടാകുമ്പോൾ അത് ഈശ്വര കടാക്ഷമായും പിതൃപുണ്യമായും നമ്മിൽ നിറയുന്നു. തൽഫലമായി ഭാഗ്യം, ഈശ്വരകടാക്ഷം, പിതൃപുണ്യം, ഗുരുത്വം എന്നിവ സർവ കർമ്മങ്ങളിലും ഉണ്ടാകുന്നു. നിർഭാഗ്യം, കാലതാമസം, കർമ്മവിഘ്നം, പരാജയം എന്നിവ വിട്ടൊഴിയുന്നു. എന്നാൽ പിതൃസ്മരണയും ഈശ്വരചിന്തയും വെച്ചു പുലർത്താതെ ജീവിക്കുമ്പോൾ നിർഭാഗ്യം, പരാജയം, കർമ്മവിഘ്നം, ഗ്രഹപ്പിഴകൾ എന്നിവ വന്ന് ഭവിക്കുകയും ചെയ്യും. ശനി എന്നത് മിഥുനക്കൂറുകാരുടെ 8ാം ഭാവാധിപനും 9ാം ഭാവാധിപനും ആകുന്നു. അതായത് ആരോഗ്യം, ആയുസ് എന്നിവയെ സ്വാധീനിക്കുന്നതും നിർണയിക്കുന്നതും ശനിയാകുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂറുകാരുടെ അഷ്ടമാധിപത്യം വഹിക്കുന്ന ശനി അനുകൂലനാകുമ്പോൾ അത് ഇവർക്ക് ആരോഗ്യം, ആയുസ് എന്നിവയെ നൽകും. ആയുർഭീതി, പരാജയഭീതി, രോഗഭീതി എന്നിവ എല്ലാം വിട്ടൊഴിയും. ശുക്രൻ ഈ കൂറുകാരുടെ 5ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമാകുന്നു. 5ാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ ശനിയോഗത്താൽ അനുകൂലനായി സഞ്ചരിക്കുമ്പോൾ അത് സന്താനക്ഷേമം, വിദ്യാപുരോഗതി, ഭാഗ്യം എന്നിവയെ നൽകും. അനിഷ്ടഭാവം എന്ന് അറിയപ്പെടുന്ന 12ാം ഭാവാധിപത്യം വഹിക്കയാൽ ശുക്രൻ ഈ കൂറുകാർക്ക് വന്ന് ഭവിക്കാവുന്ന സാമ്പത്തികമായ പ്രതിസന്ധികളെ ദൂരീകരിക്കുന്നു. പാഴ്ചെലവുകൾ, അലച്ചിലുകൾ, ധനനഷ്ടം, രോഗം എന്നിവയെ തടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ 4 രാശികൾക്കാണ് ഡിസംബർ 28-ാം തീയതി നടക്കുന്ന ശനി ശുക്രയോഗത്താൽ ഏറ്റവും നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന രാശിക്കാർ. എന്നാൽ ഈ ശനി ശുക്രയോഗത്തിന്റെ ഫലമായി ഒരു കൂറുകാർക്ക് ശുക്രൻ നൽകുന്ന ദോഷങ്ങൾക്ക് അറുതിയും വരുന്നു എന്നത് വിശേഷതയാർന്ന ഒരു യോഗമാകുന്നു. ആ കൂറുകാർ കന്നിക്കൂറുകാരാണ്. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. കന്നിക്കൂറുകാരുടെ 6ാം ഭാവത്തിലാണ് ഈ ശനി ശുക്രയോഗം നടക്കുക. യഥാർത്ഥത്തിൽ ശുക്രന്റെ അനിഷ്ടഭാവമാണ് 6ാം ഭാവം. ശത്രുക്കൾ, കടങ്ങൾ, രോഗങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് കാര്യതടസ്സം, ശത്രുശല്യം, കള്ളന്മാർ മൂലം മോഷണം, ധനനഷ്ടം എന്നിവയ്ക്കെല്ലാം സാധ്യത ഉണ്ട്. കൂടാതെ സാമ്പത്തികമായ പ്രതിസന്ധികളും ഈ സമയത്ത് വന്നു ഭവിക്കാം. എന്നാൽ 6ാം ഭാവം എന്നത് ശനിയുടെ ഏറ്റവും ഇഷ്ടമായ ഭാവങ്ങളിൽ ഒന്നാകുന്നു. ശനി 6ലൂടെ സഞ്ചരിക്കുമ്പോൾ രോഗങ്ങളെയും കടങ്ങളെയും ശത്രുക്കളെയും പാടെ നശിപ്പിക്കുന്നു. ഏത് മോശമായ സാഹചര്യങ്ങളെയും നിഷ്പ്രയാസം ചെറുത്തു തോൽപ്പിക്കുവാനുള്ള ഉപായങ്ങൾ ഇവർക്ക് മുന്നിൽ ശനി നൽകുന്നു. കൂടാതെ ഉണർവ്, ഉന്മേഷം, ഓജസ് എന്നിവ സദാസമയം ഇവർക്ക് ഉണ്ടാകുകയും തൽഫലമായി ഇവർ തങ്ങളുടെ ആത്മബലത്താലും ആത്മവിശ്വാസത്താലും സകല പ്രതിസന്ധികളെയും തരണം ചെയ്യുകയും ചെയ്യുന്നു. ശനിയുടെ മൂലത്രികോണവും സ്വക്ഷേത്രവും കുംഭമായതിനാൽ ശനിക്ക് ക്ഷേത്രത്തിൽ ബലമേറുകയും ചെയ്യുന്നു. അതേ ക്ഷേത്രത്തിൽ തന്റെ ബന്ധുവായ ശനിയുടെ ക്ഷേത്രത്തിൽ നിലകൊള്ളുന്ന ശുക്രനും ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു. അപ്പോൾ നവഗ്രഹങ്ങളിൽ ഈശ്വര പദവി കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരേയൊരു ഗ്രഹമായ ശനീശ്വരനും ധനവും ഐശ്വര്യവും വാരിക്കോരി നൽകുന്ന ശുക്രനും ഡിസംബർ 28-ാം തീയതി മുതൽ 2025 ജനുവരി 27-ാം തീയതി വരെയും കുംഭരാശിയിൽ യോഗം ചെയ്ത് സഞ്ചരിക്കുന്നതിന് ഫലമായി മേൽപ്പറഞ്ഞ രാശിക്കാർക്ക് ഏറെ സൗഭാഗ്യവും ധനവും ക്ഷേമവും ഗുണാനുഭവങ്ങളെയും നൽകുന്നു. സ്വന്തം ഗൃഹനിലയിലുള്ള ശനിയുടെയും ശുക്രന്റെയും നിലയനുസരിച്ച് ഇപ്പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാവുന്നതാണ്. ഈ എപ്പിസോഡ് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.